തമിഴ്നാട്ടിലെ മദ്യവിൽപ്പന കോർപ്പറേഷനായ ടാസ്മാക്കിൽ നിന്ന് പാർട്ടി ഫണ്ടിലേക്ക് അനധികൃതമായി പണം വകമാറ്റുന്നതായി ഉയർന്ന ആരോപണങ്ങളിൽ കടുത്ത നടപടിക്കൊരുങ്ങി മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മദ്യവിൽപ്പനയിലൂടെ ലഭിക്കുന്ന മുഴുവൻ വരുമാനവും സംസ്ഥാന ഖജനാവിലേക്ക് തന്നെ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയതായാണ് പുതിയ റിപ്പോർട്ട്. ടാസ്മാക്കിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ ശൃംഖലകളിൽ വർഷങ്ങളായി അനധികൃത പണപ്പിരിവ് നടന്നുവരുന്നതായി ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ഒരു കേസ് മദ്യത്തിന് 90 രൂപയും ഒരു കേസ് ബിയറിന് 40 രൂപയും ഒരു കേസ് വൈനിന് 20 രൂപയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയോ മന്ത്രിമാരുടെയോ ഫണ്ടിലേക്ക് മാറ്റിയിരുന്നതായും സൂചനകളുണ്ട്. പ്രതിമാസം ഏകദേശം 102 കോടി രൂപ വരെ ഇത്തരത്തിൽ പാർട്ടി ഫണ്ടായി വക മാറ്റപ്പെട്ടിരിക്കാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാന ഖജനാവിന് ഏകദേശം 1600 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടാകാമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരം ക്രമക്കേടുകൾ ഇനി അനുവദിക്കില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി വിജയ് സ്വീകരിച്ചിരിക്കുന്നത്. മുൻ DMK ഭരണകാലത്ത് ടാസ്മാക് വഴി ഫണ്ട് വകമാറ്റൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനും സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അധികാരമേറ്റതിനു പിന്നാലെ സംസ്ഥാനത്തെ 717 ടാസ്മാക് റീറ്റെയിൽ മദ്യശാലകൾ പൂട്ടാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരുന്നു. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് 500 മീറ്റർ പരിധിക്കുള്ളിൽ മദ്യശാലകളാണ് അടച്ചുപൂട്ടിയത്. അഴിമതിക്കെതിരായ ശക്തമായ സന്ദേശമായാണ് പുതിയ നടപടികളെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.